ചാന്ദിപുര വൈറസ് ഭീതിയിൽ ഗുജറാത്ത്. രോഗലക്ഷണങ്ങളോടെ മരിച്ച കുട്ടികളുടെ എണ്ണം 15ആയി. 29 പേരിലാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഈ വൈറസ് വ്യാപനം കൂടുകയാണ്. എന്താണ് പ്രതിരോധ നടപടികളുടെ പുരോഗതി? വലിയ ആശങ്ക ഗുജറാത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കൂടുതൽ ജില്ലകളിലേക്ക് രോഗം പടരുന്നുണ്ട് എന്നതാണ് ആശങ്ക. ഇതിനോടകം തന്നെ ഏതാണ്ട് 12-ലധികം ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്നതല്ല, സംസ്ഥാനത്ത് പല മേഖലകളിലുള്ള ജില്ലകളിലാണ് ഇതിങ്ങനെ വ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൂടുതലൊരു ജാഗ്രത ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതുവരെ സമാനമായ രോഗലക്ഷണങ്ങളോടെ 29 പേരാണ് ചികിത്സ തേടിയത്. അതിൽ 15 കുട്ടികളാണ് മരിച്ചത് എന്നതാണ് ഇതിൻ്റെ ഒരു ഗൗരവം കൂടുതൽ ഉയർത്തുന്നത്. കുട്ടികളിലാണ് ഈ രോഗം കൂടുതൽ ഒരു ഗൗരവമായി മാറുന്നത്, ഗുരുതരമായി മാറുന്നത്. ഏതാണ്ട് 72 മണിക്കൂറോടുകൂടി തന്നെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. മാത്രമല്ല, ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കൃത്യമായ ഒരു ചികിത്സ അവിടെ ലഭ്യമല്ല. ഏതെങ്കിലും തരത്തിലുള്ള വാക്സിനേഷനോ ഒന്നും തന്നെ ലഭ്യവുമല്ല. ആകെയുള്ളത് രോഗലക്ഷണങ്ങൾക്ക് മേലുള്ള ചികിത്സയാണ്. അതും സാഹചര്യം കുറച്ചുകൂടി ബുദ്ധിമുട്ട് ആക്കുന്നുണ്ട്. ഏതായാലും 29 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ കാണിച്ചത്. ഇതിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വേണ്ടി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. അതിൽ ഫലങ്ങൾ ഒന്നൊന്നായി വന്നു തുടങ്ങുകയാണ്. ഇപ്പോൾ ആരവല്ലിയിൽ മരിച്ച 5 വയസ്സുകാരിക്ക് ഈ രോഗമാണ്, ചാന്ദിപുര വൈറസ് ബാധയാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധന ഫലങ്ങൾ വരേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് 44,000-ലധികം പേരെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞു, പരിശോധിച്ച് കഴിഞ്ഞു എന്നതാണ്. അതായത് ഈ രോഗസാധ്യത ഉണ്ടാവാൻ ഉള്ള ആ സാഹചര്യങ്ങൾ വന്നു പോയിട്ടുള്ള ആളുകൾ 49,000 പേരെ ഇതുവരെ സ്ക്രീൻ ചെയ്തു എന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട്. നിരവധി വീടുകളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ എത്തുന്നുണ്ട്. കൊതുക് വഴിയാണ് ഈ രോഗം പ്രധാനമായും പടരുന്നത്. അതുകൊണ്ട് കൊതുക് നശീകരണം അടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കാര്യമായി തന്നെ ഗുജറാത്തിൽ മുഴുവനായി തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നടത്തുന്നുമുണ്ട്. വേണു. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്.